ഹീറോ ഒരു സയന്റിസ്റ്റ് ആണ്. ഹീറോ പുതിയതായിട്ട് ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ട് ടി വി കണ്ടുപിടിക്കുന്ന ഫ്രണ്ട്സിനെ നേരെ ഷൂട്ട് ചെയ്യാണ്. ആ മെഷീൻ വെച്ച് എന്തിനാ ഷൂട്ട് ചെയ്താലും അതൊക്കെ ചെറുതായി പോകും. ഹീറോന്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന സോഫ വരെ ചെറുതായി പോവാണ്. ഹീറോന്റെ ഫ്രണ്ട്സ് ഹായ് ഇത് കൊള്ളാലോ, നമുക്ക് ഇതുകൊണ്ട് പുറത്തു പോയിട്ട് ഫണ്ണായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ മെഷീൻ കൊണ്ട് പുറത്തു പോവാണ്. ഒരു പോലീസുകാരനെയും കാറിനെയും കാണുന്നു. വേഗം തന്നെ ഹീറോ ആ പോലീസുകാരന്റെ കാറിനെ നേരെ അത് ഷൂട്ട് ചെയ്യാണ്. ആ കാർ അങ്ങ് ചെറുതായി പോകുന്നു. പോലീസുകാരന് കാര്യം എന്താണെന്ന് മനസ്സിലാവാണ്ട് ചുറ്റിലും നോക്കുമ്പോഴേക്ക് ഹീറോന്റെ ഫ്രണ്ട്സ് ഹീറോയും കൂടി അവിടെ ഓടി പോവാണ്. ഹീറോന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഹീറോനോട് നമുക്ക് ഈ മിഷൻ വേണ്ട, പണി കിട്ടും, തിരിച്ച് റൂമിൽ പോകാനൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഹീറോ അതിന് സമ്മതിക്കുന്നില്ല. അതെ, എനിക്ക് ഒരാളോട് പ്രതികാരം വീട്ടാനുണ്ട്, അതിനാണ് ഞാൻ ഈ മെഷീൻ കണ്ടുപിടിച്ചത്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ ഹീറോ ചെക്കനെ കണ്ടുപിടിക്കാണ്. ഹീറോയ്ക്ക് ഇപ്പൊ അതിനോട് ഇത്ര ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോനെ എവിടെ വെച്ച് കണ്ടാൽ ഇവൻ ഒരു ആവശ്യമില്ലാതെ ഉപദ്രവിക്കും. ഹീറോ ഒന്നും നോക്കണ്ട ആ മെഷീൻ ഉപയോഗിച്ച് ആ പയ്യൻ അങ്ങ് ചെറുതാക്കാണ്. എന്നിട്ട് വേഗം അവന്റെ അടുത്തേക്ക് പോയിട്ട് വാടാ വന്നൊന്ന് തല്ലി നോക്ക്, നിന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചാലേ ചവിട്ടി കൂടി ചമ്മന്തിയാക്കാന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമ്പോൾ ഹീറോന്റെ ഫ്രണ്ട്സ് രണ്ടും കൂടി ആ മെഷീന്റെ റിമോട്ട് ഒന്ന് പിടിച്ച് ഞെക്കി നോക്കുന്നു. ആ മെഷീൻ വെച്ചിരുന്നത് ഹീറോന്റെ നേർക്കായിരുന്നു. പാവം ഹീറോ ഒന്ന് ചെറുതായി പോവാണ്. ഹീറോന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ ഓടി രക്ഷപ്പെടുന്നു. പാവം നമ്മുടെ ഹീറോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പണി തന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കും.